നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് റോസ്റ്റ് അല്ലെങ്കിൽ ബീഫ് പെരളനാണ്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ 1 കിലോ ബീഫാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതൊരു മീഡിയം സൈസ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 10 അല്ലി വലിയ വെളുത്തുള്ളിയും വലിയ സൈസ് ഇഞ്ചിയും കഷ്ണങ്ങളാക്കി മുറിച്ചത്, 3 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില, 2 മീഡിയം സൈസ് സവാള അരിഞ്ഞത്. ഇതിൽ നിന്ന് പച്ചമുളകും പകുതി വെളുത്തുള്ളിയും ഇഞ്ചിയും നല്ലപോലെ ചതച്ചെടുക്കാം. പകുതി സവാളയും ചതച്ചെടുത്ത ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയും കൂടെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, വീട്ടിൽ പൊടിച്ചെടുത്ത ഗരം മസാലപ്പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ 1 നാരങ്ങയുടെ നീര്, ആവശ്യത്തിന് ഉപ്പ്, ഇവിടെ 2 ടീസ്പൂൺ ഉപ്പാണ് എടുത്തിരിക്കുന്നത്, പിന്നെ കറിവേപ്പില. ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് വേവിക്കാൻ വയ്ക്കാം. ഓരോ ബീഫിൻ്റെയും വേവാൻ എടുക്കുന്ന സമയം വ്യത്യാസമുണ്ടായിരിക്കും. പ്രത്യേകിച്ച് നാട്ടിൽ കിട്ടുന്ന ബീഫിനൊക്കെ നല്ലൊരു വേവ് കാണും. ഞാനിവിടെ എടുത്തിരിക്കുന്ന ബീഫ് പെട്ടെന്ന് വേകുന്നതാണ്, 2 വിസിൽ മതിയാകും. ബീഫ് ഇവിടെ പാകത്തിന് വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ വിൻ്റർ ആയതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഇതുപോലെ കട്ടിയായിട്ടിരിക്കുന്നത്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടി വരുമ്പോൾ ബാക്കിയുണ്ടായിരുന്ന വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും സവാളയും കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ മൂത്ത് വരുമ്പോൾ ലോ ഫ്ലെയിമാക്കി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ പൊടിയുടെ പച്ചമണമൊക്കെ മാറി നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് 10 മിനിറ്റ് വയ്ക്കാം. മസാലയൊക്കെ നല്ലപോലെ പിടിച്ച് നല്ലൊരു പെരളനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അവസാനമായി ഇതിലേക്ക് ചെറിയ ഉള്ളി വറുത്തത് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ബീഫ് റോസ്റ്റിന് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കൂട്ടാൻ സഹായിക്കും. ഇനി അല്പം കറിവേപ്പിലയും ചേർത്തിളക്കി തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. ഇത് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും റൈസിൻ്റെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.